ഹായ്, എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. ഇപ്പോൾ എൻ്റെ മനസ്സിലൊക്കെ കുറേ കാര്യങ്ങൾ എനിക്ക് പെട്ടെന്ന് തോന്നി. അപ്പോൾ അത് ഷെയർ ചെയ്യണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പിന്നെ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം എന്ന് ഞാൻ എല്ലാവരോടും അപേക്ഷിക്കുന്നു. പെട്ടെന്ന് എനിക്ക് തോന്നി, കാരണം ഈ ലോകത്തിലുള്ള എല്ലാവരെയും സഹായിക്കാൻ നമുക്ക് സാധിക്കുമോ? ഇല്ല, അത് ആർക്കും സാധിക്കത്തില്ല. പക്ഷേ നമ്മുടെ ചുറ്റുമുള്ള ആരെയെങ്കിലുമൊക്കെ സഹായിക്കാൻ, അല്ലെങ്കിൽ ഒരാളെയെങ്കിലുമൊക്കെ സഹായിക്കാൻ നമുക്ക് സാധിക്കുമായിരിക്കും അല്ലേ? ആ ഒരാളെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടോ ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ടോ അതിൻ്റെ അർത്ഥം ഈ ലോകത്തിന് മൊത്തം ഒരു ചേഞ്ച് ആകുമെന്നോ അത് ലോകത്തിലുമുള്ള ആൾക്കാർക്കെല്ലാം ഒരു നന്മ വരുമെന്നോ അല്ല, അല്ലേ? പക്ഷേ ആ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന, സഹായം കൊടുക്കുന്ന ആ ഒരാളുടെ ലോകത്തിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുമായിരിക്കും. ആ ഒരാൾക്ക് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ തരത്തിൽ പ്രചോദനം ഉണ്ടാകുമായിരിക്കും അവരുടെ ജീവിതത്തിലോട്ട് മുന്നോട്ട് പോകുവാൻ. പിന്നെ ഞാൻ പെട്ടെന്നൊരു കാര്യവും, അതായത് ഞാൻ അഡ്മയർ ചെയ്യുന്ന പേഴ്സണാലിറ്റീസിൽ ഏറ്റവും ഒരാളാണ് നമ്മുടെ മിസ്റ്റർ അബ്ദുൽ കലാം. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞൊരു കാര്യം ഞാൻ പെട്ടെന്ന് ഓർത്തു പോവുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഒരിക്കലും നമ്മളെ വേദനിപ്പിക്കുന്ന ഒരാളെ ഓർത്ത് നമ്മളൊരിക്കലും അത് ഓർത്ത് നമ്മൾ സങ്കടപ്പെടരുത്. അതിന് പകരം അവരെ നോക്കി സന്തോഷിച്ച് പുഞ്ചിരിച്ചുകൊണ്ട് പറയുക, നിങ്ങളെക്കാളിലും ഒരു നല്ല ഒരാളെ തിരഞ്ഞെടുക്കാൻ എനിക്കൊരു അവസരം തന്നതിൽ ഞാൻ നിങ്ങളോട് ഭയങ്കര നന്ദിയുള്ളവരായിരിക്കുമെന്ന്. അതായത് നമ്മുടെ ചുറ്റുമുള്ള പലരും പല രീതിയിലുള്ള സ്വഭാവമുള്ളവരായിരിക്കും. അപ്പം എല്ലാവരിൽ നിന്നും സപ്പോർട്ട് നമുക്ക് കിട്ടത്തുമില്ലായിരിക്കും, നമുക്കും എല്ലാവർക്കും സപ്പോർട്ട് കൊടുക്കുവാൻ സാധിക്കത്തുമില്ലായിരിക്കും, അല്ലേ? അപ്പം എൻ്റെ ജീവിതത്തിലാണെങ്കിൽ പോലും എനിക്ക് ഓർമ്മ വെച്ചപ്പം തൊട്ട് എൻ്റെ ഫ്രണ്ട്സും എൻ്റെ റിലേറ്റീവ്സും അങ്ങനെ ഒത്തിരി ആൾക്കാർ എന്നെ സഹായിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണെങ്കിലും എനിക്ക് മറ്റുള്ള എൻ്റെ ഫ്രണ്ട്സിൽ നിന്നൊക്കെ ഉള്ള സപ്പോർട്ട് കിട്ടുന്ന ഒത്തിരി അനുഭവങ്ങളുണ്ട് എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ചൊരു കാരണം എടുത്തു പറയേണ്ടത്തക്ക ഒരു കാരണമാണ്. കാരണം ഞാനൊരു പുതിയൊരു വീടെടുത്ത് ഹസ്ബൻഡിനെയൊക്കെ കൊണ്ടുവരുന്നതിന് മുന്നേ, അവരെ കൊണ്ടുവരുന്നതിന് മുന്നേ ആയിട്ടൊരു വീടെടുത്തതാണ്. ഞാൻ എൻ്റെ സാധനങ്ങളും എല്ലാമായിട്ട് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. എന്നെ ഷിഫ്റ്റ് ചെയ്യാനൊക്കെ എന്നെ സഹായിച്ചത് ഏറ്റവും കൂടുതലും എൻ്റെ അടുത്ത ഒരു ഫ്രണ്ട് ശുഭ, അവളും അവിടെ ഹസ്ബൻഡുമാണ്. നമ്മൾ സാധനങ്ങളെല്ലാം അവിടെ കൊണ്ടുവച്ചു. അപ്പം ഒരു ദിവസം ഞാനിങ്ങനെ നൈറ്റ് ഡ്യൂട്ടിക്ക് പോയ സമയത്താണ് പെട്ടെന്ന് തന്നെ നൈറ്റിൽ എനിക്ക് ഇൻഫർമേഷൻ കിട്ടുന്നത് എൻ്റെ ആ വീട്ടിൽ കള്ളം കയറിയെന്നുള്ള കാര്യം. കാരണം കള്ളം കയറി അവർ ഓൾറെഡി നമ്മുടെ ആവശ്യമുള്ള സാധനങ്ങൾ കുറേയൊക്കെ എടുത്തുകൊണ്ട് പോയി. അതായത് എൻ്റെ ഫ്രണ്ട് ശുഭ, അവൾ സാധാരണ ഞാൻ ഈ ATM കാർഡൊന്നും എൻ്റെ കൈ കൊണ്ട് നടക്കുന്നതോ, അത് ഭയങ്കര റെസ്പോൺസിബിലിറ്റീസ് അല്ലേ, അതൊക്കെ നമുക്ക് സൂക്ഷിക്കണമെന്നുള്ള, അതൊക്കെ എനിക്ക് പറ്റാത്തത് കൊണ്ട് സാധാരണ എൻ്റെ ഫ്രണ്ടാണ് എനിക്ക് ആവശ്യമുള്ളപ്പോൾ അവൾ ATM പോയി പൈസ എടുത്ത് തരുന്നത്. അപ്പം ഞാൻ അങ്ങോട്ട് മാറുന്ന സമയത്ത് അവളെ ഒരു ചെറിയ ഒരു തുക, ഇത് നിൻ്റെ വെച്ചോ, നിനക്ക് എന്തെങ്കിലും ആവശ്യം വന്നാലോ എന്ന് ചോദിച്ചുകൊണ്ട് അവളെനിക്ക് തന്ന്. അതും നമുക്ക് അത്രയും ബുദ്ധി പോയില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഓർത്ത് തന്നെ നമ്മളൊരു വീട്ടിലോട്ട് മാറ്റി വെക്കുകയാണ്. അപ്പോൾ ഇവിടെ കള്ളന്മാരുണ്ടെന്നോ കള്ളന്മാർ കയറുമെന്നൊന്നും നമുക്കറിയത്തില്ല. അപ്പം അവൾ തന്ന ആ ഒരു എമൗണ്ടും ഞാനാണെങ്കിൽ എൻ്റെ അതിനകത്ത് വെച്ചു നമ്മൾ ആ സാധനം എല്ലാമായിട്ട് ഷിഫ്റ്റ് ചെയ്ത്. അപ്പം ഇങ്ങനെ ഇൻഫർമേഷൻ കിട്ടുന്നത്, അപ്പോൾ എനിക്കങ്ങ് ഭയങ്കര വിഷമമായി. കാരണം എൻ്റെ സർട്ടിഫിക്കറ്റ്സ് മൊത്തം, അത് 10th 11th എൻ്റെ നേഴ്സിംഗ് സർട്ടിഫിക്കറ്റ്സ്, എൻ്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്സ്, മാരേജ് സർട്ടിഫിക്കറ്റ്സ് എല്ലാം അതിലാണുള്ളത്. അവർ അത് എടുത്തുകൊണ്ട് പോയതിന് ശേഷം അവർ ബാക്കിയുള്ള എൻ്റെ സാധനങ്ങളെല്ലാം അവർ കത്തിച്ചു. അതൊരു ഏർലി മോർണിംഗ് 3 o'clock ഇത് സംഭവിക്കുന്നത്. അപ്പം ഇവിടെ എല്ലാ വീട്ടിലും ഫയർ അലാം ഉണ്ട്. അപ്പോൾ ഫയർ അലാം അടിക്കുന്ന സമയത്ത് അടുത്തുള്ള വീട്ടുകാർ ഈ ഫയർ അലാം കേട്ടിട്ടാണ് അവർ പെട്ടെന്ന് ഫയർഫോഴ്സുകാരെയും പോലീസുകാരെയും ഒക്കെ ഇൻഫോം ചെയ്തത്. അപ്പം ഞാൻ ഡ്യൂട്ടി ചെയ്യുന്ന എൻ്റെ ഒരു ഫ്രണ്ട് ജെയ്സൺ ഉണ്ട്, അവനാണ് എന്നെ വന്ന് കൊണ്ടുപോകുന്നത്. അവൻ ഒത്തിരി ഹെൽപ്പ് ചെയ്തു, അവനും എൻ്റെ വൈഫും. കാരണം അന്ന് മൊത്തം പോലീസുകാർ വരുന്നു, നമുക്ക് അതൊക്കെ ഒരു ആദ്യത്തെ എക്സ്പീരിയൻസ് അല്ലേ, പോലീസുകാർ വരുന്നു, അതായത് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നു, അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഇത്. അന്ന് എന്നെ കാണാൻ എത്ര ഫ്രണ്ട്സ് വന്നോ, എത്ര ഫാമിലീസ് എന്നെ അവിടെ കാണാൻ സപ്പോർട്ട് ചെയ്യാൻ വന്നോ, അവരെ എല്ലാം, ജെയ്സൻ്റെ വീട് തൊട്ടടുത്തായിരുന്നു, അവരെ എല്ലാം അവിടെ കൊണ്ടുപോവുകയും അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുക, അവർക്ക് ആവശ്യമുള്ള ചായ കൊടുക്കുക, അതെല്ലാം അവനും അവൻ്റെ വൈഫും കൂടിയാണ് ചെയ്തത്. അപ്പോൾ ഒരിക്കലും എനിക്ക് അവൻ്റെ വൈഫിനെയും മറക്കാൻ പറ്റത്തില്ല. കാരണം എപ്പോഴും ഞാൻ ഓർക്കുന്ന 2 വ്യക്തികളാണ് അവർ. അതുപോലെ തന്നെ ആ സമയത്ത് എനിക്ക് ആകപ്പാടെ അങ്ങ് ഭയങ്കരമായിട്ടുള്ള വിഷമമാണ്. കാരണം ഞാൻ അവിടെ ചെല്ലുമ്പം എൻ്റെ സർട്ടിഫിക്കറ്റ്സ് മൊത്തം, എൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ ഫയൽ മൊത്തം കത്തിക്കിടക്കുന്നു, എൻ്റെ ഡ്രസ്സുകൾ മൊത്തം കത്തിയിരിക്കുന്നു. പിന്നെ കത്താത്ത കുറേ സാധനങ്ങൾ അവർ ഓൾറെഡി ആണെങ്കിൽ വിൻഡോ വഴി പുറത്തോട്ടിട്ടായിരുന്നു, അതവിടെ കിടപ്പുണ്ട്. എങ്കിലും നമുക്കിത് കാണുമ്പോഴത്തേക്കുള്ള ആ ഒരു ഇത്. അപ്പം എൻ്റെ ഫ്രണ്ട്സ് ഒത്തിരി പേര് എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും റിലേറ്റീവ്സ് ആണെങ്കിലും ഒത്തിരി പേര് എന്നെ സപ്പോർട്ട് ചെയ്തു, എന്നെ ഒത്തിരി മെൻ്റൽ സപ്പോർട്ട് എനിക്ക് തന്ന സമയമാണത്.
പിന്നെ ഇതിലെടുത്ത് പറയേണ്ടതാണ് എൻ്റെ ഫ്രണ്ട് ശുഭ, അവിടെ ഹസ്ബൻഡും. അന്ന് തൊട്ട് അവർ എന്നെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് തൊട്ട് രാവിലെ തൊട്ട് അവൾക്ക് നൈറ്റ് ഉണ്ടായിട്ട് പോലും അവളാണെങ്കിൽ എന്നെ അവിടെ വൈകുന്നേരം വരെ അവൾ അന്നും നൈറ്റിന് പോയി എന്നെ അത്രയും സപ്പോർട്ട് ചെയ്ത് ഉറങ്ങാതെ. അതിൻ്റെ പിറ്റേ ദിവസമാണെങ്കിലും അവളും കൂടി വന്നിട്ട് എൻ്റെ കുറേ ഡ്രസ്സുകളെല്ലാം അവൾ എടുത്തുകൊണ്ട് പോയി. അവൾ തന്നെ വീട്ടിൽ കൊണ്ടുപോയി അതെല്ലാം കഴുകി ഉണക്കി തേച്ച് എനിക്ക് തന്നു. കാരണം എനിക്ക് ഡ്രസ്സുകളൊന്നും ഇടാനില്ല. അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ തന്നെയായിരുന്നു ഞാൻ താമസിക്കുന്നത്. കാരണം ഒറ്റയ്ക്കൊരു വീട്ടിൽ താമസിക്കാൻ എനിക്ക് പറ്റത്തില്ലാത്തത് കൊണ്ടാണ്. അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ആയിരുന്നു താമസിക്കുന്നത്. അപ്പം ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്കും എന്തെങ്കിലും സംഭവിച്ചേനെ അവർ ആ വന്ന സമയത്ത്. എന്തെങ്കിലും ആയിട്ട്. പിന്നെ എൻ്റെ ഡ്രസ്സുകളൊന്നും ഇല്ലാത്ത സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ ഫ്രണ്ട് ലീന, അവൾ എന്നെ അവിടെ വീട്ടിൽ കൊണ്ടുപോയിട്ട് അവളുടെ ഡ്രസ്സുകളെല്ലാം എടുത്ത് തന്നിട്ട് അവൾ പറഞ്ഞു, നിനക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് നിനക്ക് ഏതാണോ വേണ്ടത് അത്രയും എടുത്തോളാൻ പറഞ്ഞു. പക്ഷേ നമുക്കങ്ങനെ എടുക്കാൻ പറ്റില്ലല്ലോ. അവിടെ നല്ല മനസ്സിന് അവളങ്ങനെ പറഞ്ഞു. എങ്കിലും അവിടെ ഏറ്റവും എനിക്കിഷ്ടപ്പെട്ട ഡ്രസ്സ് നോക്കി ഞാനാണെങ്കിൽ 2 ഡ്രസ്സ് അവിടെ എടുത്തു. അപ്പം തന്നെ അവൾ പറഞ്ഞു, ബിബിൻ ചേട്ടാ, അതായത് അവിടെ ഹസ്ബൻഡാണ്, ബിബിൻ ചേട്ടായി ഫ്രീ ആണ്, നിനക്ക് ഡ്രസ്സുകളൊക്കെ മേടിക്കാൻ പോകണമെങ്കിൽ കുഴപ്പമില്ല, ബിബിൻ ചേട്ടായെ കൂട്ടിക്കൊണ്ട് പൊക്കോ. അങ്ങനെ അതൊക്കെ നമുക്കൊരിക്കലും മറക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട് ആൻഫിയ, അവൾ ആ സമയത്ത് അവിടെ ഇല്ല എങ്കിൽ പോലും അവൾ വിളിച്ചു പറഞ്ഞു, അവിടെ ഹസ്ബൻഡ് ബിനുവാണ്, ഇതിനിടയ്ക്ക് എന്താവശ്യം വന്നാലും വിളിച്ചോ, ബിനു വന്നോളും. ബിനുവിനെ അപ്പം അന്ന് ബിനുവൊക്കെ ഓൾറെഡി അവിടെ വന്നായിരുന്നു. ഒത്തിരി ആൾക്കാർ വന്നു കേട്ടോ. ഒത്തിരി ആൾക്കാരെന്നെ സപ്പോർട്ടും ചെയ്തു, മെൻ്റൽ സപ്പോർട്ടും ഒക്കെ തന്നായിരുന്നു. പിന്നെ നമുക്ക് ഡ്രസ്സുകളൊന്നും നമുക്കില്ല, എല്ലാം കത്തിപ്പോയി. പെട്ടെന്ന് തന്നെ നമുക്കിവിടെ നമുക്ക് ആ വന്ന ഇടയൊക്കെ ആയതുകൊണ്ട് നമുക്ക് എവിടെ പോയാൽ മേടിക്കേണ്ടത് ഒന്നും അറിയില്ല. അപ്പം എൻ്റെ ഫ്രണ്ട് ശുഭ, അവളൊക്കെയാണ് എനിക്ക് ആ സമയത്ത് ഡ്രസ്സ് മേടിച്ച് തന്നെ. പിന്നെ എടുത്ത് പറയേണ്ട ഒരു സോണിയമ്മ ചേച്ചി അന്ന് ഡ്രസ്സ് മേടിച്ച് തന്നപ്പോഴേ ചേച്ചി പറഞ്ഞു, നീ ആരോടും പറയരുത് ഞാൻ ഈ ഡ്രസ്സ് മേടിച്ച് തന്നിട്ടുണ്ടെന്ന്. അന്ന് വരെ ഞാനാണെങ്കിൽ ഇന്ന് വരെ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. അതെൻ്റെ ഫ്രണ്ട് ശുഭയോട് മാത്രം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ചേച്ചി എന്നെ സപ്പോർട്ട് ചെയ്തു. അല്ലാതെ ഒത്തിരി ആൾക്കാർ നമ്മളെ ആ ഒരു സമയത്ത് സപ്പോർട്ട് ചെയ്ത ഒത്തിരി ആൾക്കാരുണ്ട്. നമുക്കത് നാട്ടിൽ നമുക്ക് പൂർണ്ണമായിട്ടും വിളിച്ച് പറയാൻ പറ്റത്തില്ല. എൻ്റെ ഹസ്ബൻഡിനെ ഞാൻ വിളിച്ച് പറഞ്ഞു, എൻ്റെ ആങ്ങളോടും വിളിച്ച് പറഞ്ഞു, മമ്മിയും പപ്പായും വിഷമിക്കുമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അവരോടും നമ്മൾ വിളിച്ച് പറഞ്ഞിട്ടില്ല. പക്ഷേ അല്ലാതെ നമ്മൾ കുറച്ച് നമ്മുടെ ഫ്രണ്ട്സിനോടും അല്ലാതെ കുറച്ച് ഈ മീൻസ് നമുക്കൊരു മെൻ്റൽ സപ്പോർട്ട് നമുക്ക് അതൊരു താങ്ങാനുള്ള ശക്തിക്ക് വേണ്ടിയിട്ട് നമുക്ക് അറിയാവുന്ന കുറേ അച്ഛന്മാരോടും ഒക്കെ വിളിച്ച് ചോദിച്ച് എല്ലാവരും നമുക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിച്ചു. പക്ഷേ ഈ അറിഞ്ഞ കൂട്ടത്തിൽ ഒത്തിരി ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ പിന്നെ നമ്മളോടൊന്നും ഇതിനെപ്പറ്റി അന്വേഷിക്കാത്തവർ. അതായത്, അയ്യോ നിൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ പോയിട്ട് എന്തുവായി, അതൊക്കെ ശരിയായോ, എൻ്റെ നേഴ്സിംഗ് സർട്ടിഫിക്കറ്റ്സും എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും അതൊക്കെ പോകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് ഭയങ്കര ഒരു ഇതാണ്. നമ്മുടെ ആ പൈസ പോയത് പിന്നെ പോട്ട്, ഡ്രസ്സുകൾ പോയത് പോട്ട്. അപ്പോൾ ആ സമയത്ത് ഇപ്പോഴും നമ്മളോട് വിളിച്ച് ചോദിക്കാത്തവരുണ്ട്, അല്ലെങ്കിൽ മീൻസ് അതിൽ നിന്ന് റിക്കവർ ആയോ എന്ന്. പിന്നെ ഇവിടുത്തെ പോലീസുകാർ എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്തു, എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തു. അവരെന്നോട് പറഞ്ഞു, നിനക്ക് എന്ത് ലെറ്റർ വേണമെങ്കിലും നിൻ്റെ സർട്ടിഫിക്കറ്റ്സ് എന്തൊക്കെ വേണമെങ്കിലും നമ്മൾ അതിൻ്റേതായിട്ടുള്ള രീതിയിലുള്ള പേപ്പേഴ്സ് എല്ലാം ശരിയാക്കി തരും, അപ്പം നിനക്ക് അത് മേടിക്കാം. അപ്പം നാട്ടിൽ പോകാൻ നമുക്ക് പറ്റിയില്ല, നമ്മളൊരു ഏജൻറ്റ് ത്രൂ ആണ് നമ്മൾ പിന്നെ നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം നമ്മുടെ കോളേജ് ഓഫ് നേഴ്സിങ്ങിലൊക്കെ നമ്മുടെ ഏജൻറ്റ് ഒത്തിരി പ്രാവശ്യം പുള്ളിക്ക് പോകേണ്ട വന്നു. ഒരു മീൻസ് പ്രിൻസിപ്പാളിൻ്റെ സിഗ്നേച്ചറിനും, അതുപോലെ തന്നെ നമ്മുടെ നേഴ്സിംഗ് കൗൺസിൽ, ഞാൻ ഹൈദരാബാദിലാണ് പഠിച്ചത്, പിന്നെ യൂണിവേഴ്സിറ്റിയിലൊക്കെ ഒത്തിരി പ്രാവശ്യം പോകേണ്ടി വന്നു കേട്ടോ. അപ്പം അവിടെയൊക്കെ പല സ്ഥലത്തും പല പല രീതിയിലുള്ള ഫീസുകളും ഒക്കെ കൊടുത്ത് നമുക്കൊരു വലിയ തുക തന്നെ ചിലവായിട്ടുണ്ട് നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് നമുക്ക് തിരിച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം ഈ സമയത്ത് എന്നെ ഹെൽപ്പ് ചെയ്ത ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പം അവരെയൊക്കെ ഞാനിപ്പോൾ ഓർക്കുകയാണ്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് ആ ഒരു 2-3 ദിവസമുള്ള ആ സപ്പോർട്ട് നമുക്ക് കിട്ടിയത് അതൊരിക്കലും മറക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ ഈ തകർന്ന് നിൽക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു കൈത്താങ്ങെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളെ മരണം വരെ നമുക്ക് മറക്കാൻ പറ്റത്തില്ല. ചിലപ്പം ഈ സഹായിച്ചവരെ എനിക്ക് സഹായിക്കാൻ പറ്റത്തില്ലായിരിക്കും, പക്ഷേ എങ്കിലും ഞാൻ ഓർക്കും, അവരെയൊക്കെ എപ്പോഴും ഓർക്കുമ്പോൾ ഞാൻ ദൈവമേ അവരെയൊക്കെ അനുഗ്രഹിക്കണമേ, അവർക്കും ഒക്കെ ഒരു സഹായത്തിന് ആൾക്കാരെ നീ കൊടുക്കണമേ എന്നുള്ള ഒരു പ്രാർത്ഥന നമ്മുടെ ഉള്ളിൽ നിന്ന് വരും. പിന്നെ അതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞ് ആ സമയത്തല്ലെങ്കിലും അത് കഴിഞ്ഞുള്ള സപ്പോർട്ടൊക്കെ നമുക്ക് ഒത്തിരി കിട്ടിയിട്ടുണ്ട്. കാരണം എൻ്റെ പപ്പായുടെ പെങ്ങൾ കുഞ്ഞാൻ്റി ഉണ്ടായിരുന്നു, പിന്നെ കുഞ്ഞാൻ്റിയുടെ മോള്,
പിന്നെ ജിത്തു, അങ്ങനെ ഒത്തിരി ആൾക്കാരിൽ നിന്ന് നമുക്ക് ഒത്തിരി മീൻസ് മെൻ്റൽ സപ്പോർട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞുള്ള സമയത്താണെങ്കിലും പിന്നെ ശുഭ, എനിക്ക് മറക്കാൻ പറ്റത്തില്ല അവളെ. കാരണം പിന്നുള്ള സമയത്തെല്ലാം നമ്മുടെ കൂടെ ഓരോ ഷോപ്പിങ്ങിന് വരുന്നതും, പിന്നെ സമയത്തോളം നമ്മുടെ എന്നാ പറയണ്ടേ സാധനങ്ങൾ പിന്നെ ഷിഫ്റ്റ് ചെയ്യേണ്ടതും, പിന്നെ നമുക്കൊരു വീട് ഓൾറെഡി നമ്മളൊരു വീടെടുത്ത് അതിൽ നമുക്ക് പൈസ മൊത്തം പോയില്ലെങ്കിലും കുറച്ച് പൈസ പോയി. ആ സമയത്ത് പിന്നെ വേറെ വീടിന് വേണ്ടിയിട്ട് നമുക്ക് അന്വേഷിക്കാൻ കൂടെ വരുന്നതും, പിന്നുള്ള ഷിഫ്റ്റിങ്ങും മീൻസ് പിന്നെ നമ്മുടെ സാധനങ്ങളെല്ലാം ഷിഫ്റ്റ് ചെയ്യാനും ഒക്കെ അവളാണ് എൻ്റെ കൂടെ എപ്പോഴും നിന്ന ഒരു വ്യക്തി എന്ന് പറയുമ്പോഴത്തേക്കിന്. അപ്പം അവളും ഷെനിച്ചേട്ടനും എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല, അവർ രണ്ടുപേരെ. പിന്നെ ആ ഒരു സഹായം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, പക്ഷേ ചില ആൾക്കാർ നമ്മളോട് വിളിച്ച് ചോദിക്കാത്തവരും പോലും നമ്മുടെ കൂട്ടത്തിലുണ്ട്. പക്ഷേ ഒത്തിരി ആൾക്കാരും, അതായത് ഇനിയിപ്പോൾ 10 ചിലപ്പോൾ ഒരു 8 ആൾക്കാരും നമ്മളോട് അന്വേഷിക്കുകയും നമ്മളെ വിളിച്ച് ചോദിക്കുകയും നമുക്ക് വേണ്ടി പ്രെയർ ചെയ്തവരും ഒക്കെയാണ്. അവരെയൊക്കെ ഒരിക്കലും നമുക്ക് തള്ളിക്കളയാനോ ഒന്നും പറ്റത്തില്ല. പിന്നെ എന്നാ പറയേണ്ടത്, അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ ആണെങ്കിൽ പോലീസുകാരാണെങ്കിൽ നമ്മളെ അത് കഴിഞ്ഞ് ഡെയിലി കുറേ ദിവസങ്ങൾ അവരെന്നെ മീൻസ് എന്നെ വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു, നീ ഓക്കെ ആണോ, നിനക്ക് എന്തെങ്കിലും സൈക്കോളജിക്കൽ സപ്പോർട്ട് കൗൺസിലിംഗ് വല്ലതും വേണോ, നീ എങ്ങനെയുണ്ട് ഇപ്പം നിൻ്റെ, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ നമുക്ക് ഭയങ്കര സപ്പോർട്ടാണ്. പിന്നെ ഇപ്പോഴും എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ല ഞാൻ എങ്ങനെയാണ് ഇതിൽ നിന്നൊക്കെ പുറത്ത് വന്നതെന്ന്. കാരണം ഓൾറെഡി എനിക്ക് ഡൽഹിയിൽ നിന്ന് എൻ്റെ വീട്ടിൽ ഓൾറെഡി കള്ളം കയറിയ ഒരു ഇതുണ്ട്. അന്നേരം പിന്നെ ഇവിടെ വന്നിട്ടും ആ ഒരു സെയിം ഒരു അനുഭവം. പിന്നെ എൻ്റെ ഹസ്ബൻഡൊക്കെ വീട്ടിൽ നിന്ന് മീൻസ് നാട്ടിൽ നിന്ന് വരാനിരിക്കുന്ന സമയമാണ്, അവർ ഓൾറെഡി ടിക്കറ്റൊക്കെ എടുത്ത സമയമാണ്. അപ്പോൾ ആകെപ്പാടെ ടെൻഷൻ, അവർ വരുമ്പോൾ പിന്നെ എങ്ങനെയായിരിക്കും, ആ ഒരു രീതിയിലൊക്കെ നമുക്ക് ഒത്തിരി ഇതുണ്ട്. പിന്നെ ആ സമയത്ത് നമുക്ക് മീൻസ് പിന്നെ ഡ്രസ്സുകളെല്ലാം മേടിക്കണം, സാധനങ്ങളെല്ലാം മേടിക്കണം സർട്ടിഫിക്കറ്റ്സിൻ്റെ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് ഫിനാൻഷ്യലി ആ സമയത്ത് നമ്മൾ കുറച്ച് മീൻസ് ബുദ്ധിമുട്ടുന്ന സമയമായിരുന്നു. ആ സമയത്തും എന്നാ പറയണ്ടേ, എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, ഓൾറെഡി അവർ കാർ മേടിക്കാൻ വേണ്ടിയിട്ട് വെച്ചിരുന്ന പൈസ എനിക്ക് തന്നു. നിനക്കല്ലേ ഇപ്പോൾ ആവശ്യം, അപ്പം നീ ഇത് എടുക്ക്. ഞാൻ കുറേ പറഞ്ഞു വേണ്ട, പക്ഷേ ഇല്ല അത് കുഴപ്പമില്ല, ഞങ്ങൾക്കിപ്പം മീൻസ് വണ്ടി ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് നടന്നു പോകത്തക്ക വിധത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ എന്നുള്ള രീതിയിൽ നമുക്ക് തന്നതും ഓക്കെ. അന്നേരം അങ്ങനെയുള്ളവരെയൊന്നും നമുക്കൊരിക്കലും മറക്കാൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഓർത്തപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലോട്ട് കടന്നു വന്നതാണ്, നമ്മൾ ഇപ്പം സഹായിക്കാൻ പറ്റുന്ന രീതിയിൽ സഹായിക്കുക എന്നും പറഞ്ഞുകൊണ്ട് ചിലപ്പം നമുക്കൊരു വാക്കുകൊണ്ടായിരിക്കും മറ്റുള്ളവർക്കൊരു സഹായം കൊടുക്കാൻ പറ്റുന്നത്, ഒരു സപ്പോർട്ട് കൊടുക്കാൻ പറ്റുന്നത്. നമുക്ക് ചിലപ്പം ആ ആൾക്കാരെ കേൾക്കാനുള്ള ഒരു സമയം ഉണ്ടെങ്കിൽ തന്നെ, എന്നെ കേൾക്കാൻ ഒരാളുണ്ടല്ലോ, ഞാൻ പറയുന്നത് പേഷ്യൻസായിട്ട് കേട്ട് അതിന് തിരിച്ചൊരു മറുപടി, അല്ലെങ്കിൽ പോട്ട് കുഴപ്പമില്ല എല്ലാം ശരിയാകും എന്ന് ഒരാൾ നമ്മളോട് പറയുക എന്നൊക്കെ പറയുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ആ ഒരു വാക്ക് നമ്മുടെ മനസ്സിന് ദുഃഖമുണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കുള്ള ആ ഒരു ആശ്വാസ വാക്കെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതൊരു ഒരു 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 ലോകം തന്നെ നമുക്ക് പിടിച്ച് എടുക്കത്തക്ക വിധത്തിലുള്ളൊരു സന്തോഷമായിരിക്കും അല്ലേ. ചിലപ്പം ചില ആൾക്കാരെ നമ്മൾ ചിലപ്പം എന്തെങ്കിലും കാര്യത്തിന് വിളിച്ചാൽ എടുക്കാത്തവരുണ്ട്, ചിലപ്പോൾ അവർ ബിസി ആയിരിക്കാം, അതുകൊണ്ടായിരിക്കും. പക്ഷേ എങ്കിൽ പോലും വേറെ ചില ആൾക്കാരുണ്ട്, നമ്മൾ വിളിച്ചാൽ ബിസി ആണെങ്കിൽ പോലും നമ്മളെ തിരിച്ച് വിളിച്ച് അന്വേഷിക്കും വിളിച്ചത് എന്തിനാണെന്ന്. അപ്പം അങ്ങനെയുള്ള ആൾക്കാരെന്നൊക്കെ പറയുമ്പോഴത്തേനും നമ്മുടെ ജീവിതത്തിലെ തന്നെ നമുക്ക് ഒരു ഗിഫ്റ്റ്, ദൈവം തന്നിരുന്ന ഗിഫ്റ്റ്സ് ആണ് അതുപോലുള്ള ആൾക്കാരെന്നൊക്കെ പറയുന്നത്. അപ്പം റിലേഷൻ എന്ന് പറയുന്നത് അത് എത്ര ദൂരത്താണേലും, നമ്മൾ എത്ര അടുത്തുള്ളവരാണെങ്കിലും, അത് എത്ര നമ്മളോട് ബന്ധം നിലനിൽക്കുന്നവരാണേലും, ചിലപ്പോൾ ഒരു പ്ലേസിൽ നിന്ന് പോലും വന്നവരല്ലായിരിക്കും. ഇപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ വരുമ്പോൾ നമ്മൾ പല സ്ഥലത്തു നിന്നുള്ളവരായിരിക്കും. എങ്കിൽ പോലും മറ്റുള്ളവരുടെ ഒരു നല്ല വാക്ക്, നല്ലൊരു പുഞ്ചിരി, അവരുടെ നല്ലൊരു എന്നാ പറയണ്ടേ ഒരു തലോടൽ, അല്ലെ അതൊക്കെ ആയിരിക്കാം നമുക്ക് ഒരു മനസ്സിനൊരു സുഖം തരുന്നത് അല്ലേ. അപ്പം നമുക്കും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഒരു ആശ്വാസമാകുവാൻ, അതായത് മറ്റുള്ളവർക്കൊരു അവരുടെ മനസ്സിലൊരു പ്രകാശം നിറയുവാൻ, അല്ലെ നമ്മളെ കാണുമ്പോൾ തന്നെ ഒരു സന്തോഷം, ഇവളിന്നുണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മളൊരു ഡ്യൂട്ടിക്ക് ചെല്ലുമ്പോഴാണെങ്കിലും ഇവളിന്നുണ്ടല്ലോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു തോന്നൽ തോന്നുവാൻ മറ്റുള്ളവർക്ക് നമ്മൾ ഇട കൊടുക്കണമല്ലേ.
അല്ലാതെ നമ്മൾ മീൻസ് എന്നാ പറയണ്ടേ, മറ്റുള്ളവരുടെ മുന്നിൽ എപ്പോഴും നമ്മൾ അഭിനയിക്കുന്നതിനെക്കാട്ടിലും നല്ലത് മറ്റുള്ളവർക്കൊരു സഹായം ആവശ്യം വരുമ്പോൾ ഒരു വാക്കുകൊണ്ട്, ഒരു നോട്ടം കൊണ്ട്, ഒരു പുഞ്ചിരി കൊണ്ട്, അവർക്ക് അല്ലെങ്കിൽ നമ്മുടെ സമയം കൊണ്ട് അങ്ങനെ ഒരു സഹായം ചെയ്യുക. അതൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമുക്ക് മെറ്റീരിയൽ വൈസ് അല്ലെങ്കിൽ ഫിനാൻഷ്യലി മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും അവർക്ക് ആ സമയത്ത് വേണ്ടത്. അപ്പം അങ്ങനെയുള്ള ഫ്രണ്ട്സിനെ നമുക്ക് കിട്ടട്ടെ, നമ്മളും മറ്റുള്ളവർക്ക് അങ്ങനെ ഒരു സഹായം ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, ബൈ ബൈ. നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഓക്കെ ദെൻ ബൈ.